പറയാൻ നേട്ടങ്ങൾ മാത്രമുള്ള 5 വർഷങ്ങൾ. ചാലിക്കര, മുളിയങ്ങൽ, വെള്ളിയൂർ എന്നിവിടങ്ങളിലായി പടർന്നു കിടക്കുന്ന ഒരു വാർഡ്. കഴിഞ്ഞ 5 വർഷങ്ങളായി നൊച്ചാട് പഞ്ചായത്തിൽ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയ അജിതേച്ചി അഭിമാനത്തോടെയാണ് കാലാവധി പൂർത്തിയാക്കുന്നത്. കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ വാർഡിലും അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അജിതേച്ചി 11ാം വാർഡിലെ മെമ്പറായി വരുന്ന കാലത്ത് സൗകര്യത്തിൽ നടന്നു നീങ്ങാൻ കഴിയാത്ത ഇടവഴികളെല്ലാം ഇന്ന് അതിവിശാലമായ നടപ്പാതകളാണ്. ചെമ്മൺ പാതകളെല്ലാം സിമന്റ് പാതകളുമാണ്. മുമ്പ് ഇതിലാ നമുക്ക് പോകാൻ പറ്റൂലേനും, വഴി മോശേനും. ഇപ്പൊ നടപ്പാത വന്നതിന് ശേഷം നമുക്ക് നടത്തുമ്പോൾ പോകാനൊക്കെ നല്ല സുഖമാണ്. പണി പൂർത്തിയായ മാതയോത്തുമീത്തൽ കിളിയായി കോളനി റോഡിന് 25 ലക്ഷം രൂപയും ചാലിക്കര കുന്നിയൂർ റോഡിന് 30 ലക്ഷം രൂപയുമാണ് ചിലവഴിച്ചത്. അതേപോലെ കുറുങ്ങോട്ട് പുതിയമഠം റോഡ്, കുരിക്കച്ചാലിൽ അങ്കനവാടി, കൊറേരിത്താഴെ റോഡ്, ചാലിക്കര പിലാക്കുന്നത്ത് റോഡ് എന്നിവ 11ാം വാർഡിന്റെ അഭിമാനമായി മാറിയ കോൺക്രീറ്റ് പാതകളാണ്. 11ാം വാർഡിലെ നാട്ടുവഴികളെല്ലാം ഇന്ന് പ്രകാശപൂരിതമാണ്. ഇരുട്ടു നിറഞ്ഞ ഇടവഴികളെല്ലാം ഇന്ന് തെരുവ് വിളക്കുകൾ കൊണ്ട് സമ്പന്നമാണ്. മാതയോത്തുചാലിൽ കിളിയായി കോളനി, പുതിയ മഠം, പനമ്പ്ര, VKC മുക്ക് എന്നിവിടങ്ങളിലെ വഴിവിളക്കുകൾ വലിയ ആശ്വാസമാണ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നത്. സ്വന്തമായി ഒരു വീട് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. കേരള സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം 11ാം വാർഡിലെ കുടുംബങ്ങൾക്കും വീട് നിർമ്മിക്കാനുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാളെ ആദ്യം കൂടിയ ഷെഡാണിത്. 5 കൊല്ലായി ഞാളങ്ങോട്ട് ഇപ്പൊ 2 വർഷമായിട്ട് ആകുന്നേ ഉള്ളൂ. അങ്ങോട്ട് മാറിയിട്ട് അജിതേച്ചി വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയത്. വയോജനങ്ങൾക്ക് കട്ടിൽ നൽകുന്ന പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ മികച്ച സ്വീകാര്യതയാണ് ഉണ്ടാക്കിയത്. 25 കട്ടിലുകളാണ് നമ്മുടെ വാർഡിൽ വിതരണം ചെയ്തത്. സ്വന്തമായി കിണർ കുഴിക്കാൻ സാധിക്കാത്തവരെ കണ്ടെത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 കുടുംബങ്ങൾക്ക് ഇതിനോടകം കിണർ നിർമ്മിച്ചു കഴിഞ്ഞു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന സൗകര്യത്തിനായി സർക്കാർ പഠനമുറി നിർമ്മിച്ചു നൽകുന്നു. 11ാം വാർഡിൽ 2 വിദ്യാർത്ഥികൾ ഈ പദ്ധതിക്ക് അർഹരായി. അതിന്റെ സന്തോഷം അവർ തന്നെ പങ്കുവെക്കട്ടെ. വീടിന്റെ സൗകര്യമൊന്നുമില്ല. അപ്പോൾ 2 ആൾ പഠിക്കുന്നത് കൊണ്ട് പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് മെമ്പറോടൊക്കെ പറഞ്ഞ് അങ്ങനെ പഠനമുറി ഈ വർഷമാണ് പാസ്സായത്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് വന്നത്. നിത്യവരുമാനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ വലിയ സ്വപ്നമാണ് മികച്ച വിദ്യാഭ്യാസം നേടി ഒരു ജോലി സമ്പാദിക്കുക എന്നത്. നമ്മുടെ 11ാം വാർഡിലും ഇത്തരത്തിൽ സാധാരണക്കാർ ഏറെയുണ്ട്. അവരുടെ പഠനാവശ്യത്തിനായി 22 പഠനമേശകളും കസേരകളും നൽകി. 4 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാനും കഴിഞ്ഞു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തിന്റെ രീതിയിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പഞ്ചായത്ത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. വിവിധ ക്ഷേമ പെൻഷനുകൾ അർഹതപ്പെട്ടവരിലേക്ക് നേരിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാർഡിലെ പെൻഷനുകൾ കാലതാമസമില്ലാതെയും കൃത്യതയോടെയും വിതരണം ചെയ്യുന്നുണ്ട്. പെൻഷൻ നൽകേണ്ടവരെ കണ്ടെത്തുക എന്ന ശ്രമകരമായ ദൗത്യം വിജയകരമായി നിറവേറ്റാൻ നമ്മുടെ മെമ്പർക്ക് സാധിച്ചു. കാർഷിക മേഖലയിൽ നമ്മുടെ 11ാം വാർഡ് മറ്റൊരു കാലത്തും കാണാത്ത തരത്തിലുള്ള ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്നു. കൊറോണയുടെ തുടക്ക സമയത്ത് നമ്മുടെ 11ാം വാർഡിലെ എല്ലാ വീടുകളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ കപ്പയും വാഴയുമെല്ലാം നട്ടത് നാം നേരിൽ കണ്ടതാണ്. ഇതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ കാർഷിക പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമർപ്പണവും ആത്മാർത്ഥതയും അജിതേച്ചിയുടെ നേതൃപാടവവും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. മൃഗപരിപാലനത്തിലും നമ്മുടെ വാർഡ് നേട്ടങ്ങളുടെ പാതയിലാണ്. കിടാരി, ആടുഗ്രാമം, കോഴിഗ്രാമം എന്നിവ നമ്മുടെ വാർഡിൽ മികച്ച സ്വീകാര്യതയുണ്ടാക്കിയ പദ്ധതികളാണ്. 12 പേർക്കാണ് കിടാരി പദ്ധതിയിലൂടെ പശുവിനെ ലഭിച്ചത്. 4 കുടുംബങ്ങൾക്ക് ആടുഗ്രാമം പദ്ധതിയും 215 കുടുംബങ്ങൾക്ക് കോഴിഗ്രാമം പദ്ധതിയും പ്രയോജനപ്പെട്ടു. 3 കുടുംബങ്ങൾക്ക് തൊഴുത്തു നിർമ്മിക്കാനുള്ള ധനസഹായം ലഭിച്ചു. നമ്മുടെ പഞ്ചായത്തിൽ ഇക്കഴിഞ്ഞ കാലത്ത് ചരിത്രം സൃഷ്ടിച്ച ഒന്നാണ് തീറ്റ പുൽകൃഷി. നമ്മുടെ വാർഡിൽ കുഴിച്ചാലിൽ മനോജ് ആരംഭിച്ച പുൽകൃഷിയിടം ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ തീറ്റ പുൽകൃഷിയിടമാണ്.
തൊഴിലുറപ്പ് തൊഴിലാളികൾ 3000 തൊഴിൽ ദിനങ്ങളെടുത്താണ് കൃഷിയൊരുക്കിയത്. ഇവിടേക്കിപ്പോൾ പുല്ല് വാങ്ങുവാനായി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട്. പുതുതായി പുൽകൃഷി ആരംഭിക്കാൻ വേണ്ടി മനോജേട്ടന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടി പൊറേരിയിലുള്ള കൃഷിയിടത്തിലേക്ക് കർഷകരെത്തുന്നത് ഇന്ന് നമ്മുടെ വാർഡിലെ സ്ഥിരം കാഴ്ചയാണ്. തീറ്റ പുൽകൃഷിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് 3 കാര്യങ്ങളാണെന്ന് കുഴിച്ചാലിൽ മനോജേട്ടൻ പറയുന്നു. വാർഡ് മെമ്പർ അജിതേച്ചിയുടെ സഹകരണം, പഞ്ചായത്ത് പ്രസിഡന്റ് PM കുഞ്ഞിക്കണ്ണേട്ടൻ പകർന്നു തന്ന ധൈര്യം, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആവേശവും ആത്മാർത്ഥതയും കഠിനാധ്വാനവും. കുരിക്കച്ചാലിൽ അംഗനവാടിയുടെ നവീകരണത്തിനായി 4 ലക്ഷം രൂപയാണ് സർക്കാരിൽ നിന്നും അനുവദിച്ചു കിട്ടിയത്. മേൽക്കൂര നിർമ്മാണം, പ്ലംബിംഗ്, ഫ്ലോർ നവീകരണം എന്നിവ കഴിഞ്ഞപ്പോൾ അംഗൻവാടിയുടെ മുഖച്ഛായ തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വാർഡിനകത്തെ കുടിവെള്ള പദ്ധതിയിലെ പോരായ്മകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മുടെ മെമ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൊഴിൽ മന്ത്രി ശ്രീ TP രാമകൃഷ്ണന്റെ പ്രത്യേക ഫണ്ടിൽ നിന്നും 26,40,000 രൂപയാണ് മുയ്യറ്റമല കുടിവെള്ള പദ്ധതി നവീകരണത്തിന് ലഭിച്ചത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ നിറഞ്ഞ സന്തോഷം അവരുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ പദ്ധതി വന്നതിന് ശേഷം നന്നായിട്ട് വെള്ളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഉപകാരം തന്നെ പറയാം നമ്മുടെ മന്ത്രിന്റെ പവറാണ്. പുതിയ ടാങ്ക് വന്നതിന് ശേഷം 6 മണി മുതൽ ഒരു 10:30 വരെ ആണെങ്കിലും നല്ല സ്പീഡും ഉണ്ടായാലുണ്ട്, വെള്ളവും കിട്ടുന്നുണ്ട്. മുൻകാലത്തേതിൽ നിന്നും വ്യത്യസ്തമായി പരാതികൾക്കും പരിഭവങ്ങൾക്കും അവസരം നൽകാതെയാണ് അജിതേച്ചി തന്റെ ഭരണകാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടെ പഞ്ചായത്ത് വിഭാവനം ചെയ്ത പദ്ധതികൾ എത്രമാത്രം അർഹരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ കണക്ക് പരിശോധിച്ചാൽ 11ാം വാർഡിന്റെ പ്രവർത്തനങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് ഉറച്ച സ്വരത്തിൽ പറയാൻ കഴിയും. ഈ അത്ഭുതങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച നിശ്ചയദാർഢ്യത്തിന്റെ പേരാണ് സഖാവ് അജിത. അജിതേച്ചി പടിയിറങ്ങുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടാവണം. ആ തുടർച്ചയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പറയാൻ നേട്ടങ്ങൾ മാത്രമുള്ള 5 വർഷങ്ങൾ.